വൈറ്റ് കോളർ ഭീകര സംഘം ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന എൻഐയെ കണ്ടെത്തി. കാശ്മീരിൽ ഒരാളെ എൻഐയെ അറസ്റ്റ് ചെയ്തു. ബോംബിന് വൈറ്റ് കോളർ സംഘം ബിരിയാണി എന്ന കോഡാണ് ഉപയോഗിച്ചിരുന്നത്. കുറ്റവാളികൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും പിടികൂടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നറിയിപ്പ് നൽകി. വൈറ്റ് കോളർ ഭീകര സംഘത്തിന് ബോംബ് നിർമ്മിക്കാൻ സാങ്കേതിക സഹായം നൽകിയ ജമ്മു കശ്മീർ സ്വദേശി ഡാനിഷ് എന്ന ജാസിർ ബിലാൽ വാനിയെയാണ് എൻഐഎ അറസ്റ്റ് ചെയ്തത്. കേസിൽ എൻഐഎ നടത്തുന്ന രണ്ടാമത്തെ അറസ്റ്റാണിത്. ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഭീകര സംഘം പദ്ധതി തയ്യാറാക്കിയതായി എൻഐഎ കണ്ടെത്തി. എൻഐഎ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അമീർ റാഷിദ് അലിയെ ഡൽഹി പട്യാല ഹൌസ് കോടതി 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ചാവേർ ആക്രമണം ലക്ഷ്യം വെച്ചാണ് അമീർ റാഷിദ് സ്വന്തം പേരിൽ i20 കാർ വാങ്ങിയത്. സ്ഫോടക വസ്തു നിർമ്മിക്കാനും ഉമറിനെ അമീർ സഹായിച്ചതായി എൻഐഎ കണ്ടെത്തി. വൈറ്റ് കോളർ സംഘം ആശയവിനിമയത്തിന് ടെലിഗ്രാം ആപ്പാണ് ഉപയോഗിച്ചത്. കോഡ് ഭാഷയിലായിരുന്നു ആശയവിനിമയം. സ്ഫോടക വസ്തുവിന് ഉപയോഗിച്ച കോഡ് ബിരിയാണി എന്നും ആക്രമണ പദ്ധതിക്ക് നൽകിയ കോഡ് വിരുന്ന് എന്നർത്ഥമുള്ള ഹിന്ദി വാക്ക് ദാവത്ത് എന്നുമാണെന്നും എൻഐഎയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കുറ്റവാളികൾ ഏത് പാതാളത്തിൽ ഒളിച്ചാലും കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. UGCയും നാക്കും ചൂണ്ടിക്കാണിച്ച തട്ടിപ്പുകളും ക്രമക്കേടുകളും സംബന്ധിച്ച അന്വേഷണത്തിനായി അൽഫലാവ് യൂണിവേഴ്സിറ്റി ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് വിളിച്ചുവരുത്തി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.